Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് BCom 6th സെമസ്റ്റർ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും നാളത്തെ എക്സാമിനൊന്ന് പാസ് ആകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതാണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നൊരു സബ്ജക്റ്റ് ആണ്. എങ്കിലും നമുക്ക് ബേസിക്സ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് തന്നെ ഈ ഒരു പേപ്പറിൽ പാസ്സാകാൻ സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ടോട്ടൽ 100 35 മാർക്ക് നമുക്ക് മതി. സോ ഇന്റേണൽ ആയിട്ടൊരു 10 കിട്ടിയാൽ ബാലൻസ് ഔട്ട് ഓഫ് 80 25 അബോവ് എങ്ങനെ മേടിക്കാൻ സാധിക്കും, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഞാൻ എപ്പോഴും പറയുന്നതാണ്, 2 പാർട്ടിലോട്ട് നമ്മുടെ ഫോക്കസ് നിർബന്ധമായും പോയിരിക്കണം, പാർട്ട് എയും പാർട്ട് സിയും. ഇപ്പോൾ ഇന്നലെ നടന്ന ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കേസിലോട്ട് പോകുമ്പോൾ നിങ്ങളെ എക്സാം എഴുതിയവർക്ക് അറിയാൻ സാധിക്കും, പേപ്പറിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിലും റിപ്പീറ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ച കുട്ടികൾ ഇന്നത്തെ എക്സാമിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അവർ നോക്കിയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വരികയും ഒരു 5-6 എന്തായാലും അതിൽ നിന്ന് കിട്ടും. എസ്സേയും കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ സാധിച്ചു. സോ അങ്ങനെ തലേദിവസം പഠിച്ചാലും അവർക്ക് പാസ് ആകാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ പേപ്പർ ഡിഫിക്കൽട്ട് ആണെങ്കിലും നിങ്ങൾക്ക് പാസ് മാർക്കിനുള്ള വകുപ്പ് ഇപ്പോൾ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും പോസിബിൾ ആണെന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എന്താ, ഈ 2 പാർട്ടിൻ്റെയും പ്രത്യേകത എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് പാർട്ട് എയിലും സിയിലും വരും, അത് ഷുവറാണ്. സോ അതുകൊണ്ട് തന്നെ പാർട്ട് എയിലുള്ള 2 മാർക്കിന്റെ ചോദ്യങ്ങളിൽ നമുക്കൊരു 5-6 കിട്ടിയാൽ തന്നെ അവിടെ 12 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡെറിവേറ്റീവ്സ് എന്താണ്, ദെൻ സ്പെക്കുലേഷൻ എന്താണ്, ആർബിട്രേജ് എന്താണ്, ഹെഡ്ജിങ് എന്താണ്, ആർബിട്രേജേഴ്സ് ആരാണ്, വാറൻസ് എന്താണ്, ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഈ പറയുന്ന ഫോർവേഡ് കോൺട്രാക്ട് എന്താണ്, അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് എന്താണ്, സ്വാപ്പ് എന്താണ്, ഓപ്ഷൻ എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. ദെൻ സ്വാപ്പിനെ റിലേറ്റ് ചെയ്തിട്ട് സ്വാപ്ഷൻ എന്താണ്, ദെൻ സ്പോട്ട് കോൺട്രാക്ട് എന്താണ്, പിന്നെ ഈ പറഞ്ഞ 4 ലിമിറ്റേഷൻസോ അഡ്വാൻറ്റേജസോ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. ഇപ്പോൾ ഫോർവേഡ് കോൺട്രാക്ടിന്റെയോ ഫ്യൂച്ചറിന്റെയോ സ്വാപ്പിന്റെയോ ഓപ്ഷന്റെയോ ലിമിറ്റേഷൻസോ അഡ്വാൻറ്റേജസോ സെപ്പറേറ്റ് 2 മാർക്സിന്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. ദെൻ സ്ട്രൈക്ക് പ്രൈസ് എന്താണ്, സ്പോട്ട് പ്രൈസ് എന്താണ്, ദെൻ ഒരു 4 ടേമുകളിൽ പലതും മാറി മാറി വരുന്നതാണ്. സ്ട്രാങ്കിൾ എന്താണ്, സ്ട്രാഡിൽ എന്താണ്, സ്പ്രെഡ് എന്താണ്, സ്പ്രെഡർ എന്താണ്, ദെൻ ഓപ്ഷൻ പ്രീമിയം എന്താണ്, പലതരത്തിലുള്ള ഓപ്ഷൻസിലെ ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പൊ ബർമൂഡ ഓപ്ഷൻ എന്താണ്, ദെൻ കോൾ ഓപ്ഷൻ എന്താണ്, പുട്ട് ഓപ്ഷൻ എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാറി മാറി വരാറുള്ളതാണ്. അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എന്താണ്, സ്റ്റോക്ക് ഇൻഡെക്സ് ഓപ്ഷൻ എന്താണ്. അപ്പോൾ ഓപ്ഷനിലെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസിലെ ഏതെങ്കിലും 1-2 എല്ലാ പേപ്പറിലും കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് സ്വാപ്പിനെ റിലേറ്റ് ചെയ്തിട്ട്, സ്വാപ്പ് എന്താണ്, അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്താണ്, കറൻസി സ്വാപ്പ് എന്താണ്, പലതരത്തിലുള്ള സ്വാപ്പുകളുണ്ട്. ഇക്വിറ്റി സ്വാപ്പ് എന്താണ്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമുകളാണ്, ലിബോർ എന്താണ്, മാർജിൻ എന്താണ്, മാർജിൻ സിസ്റ്റത്തിനെ പറ്റിയിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സ്പോട്ട് പ്രൈസ്, സ്ട്രൈക്ക് പ്രൈസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്. ദെൻ ഫ്യൂച്ചറിൽ തന്നെ നമുക്കറിയാം കമ്മോഡിറ്റി ഫ്യൂച്ചർ ഉണ്ട്, കറൻസി ഫ്യൂച്ചർ ഉണ്ട്, അതിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. കമ്മോഡിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റ്, ക്യാഷ് മാർക്കറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കാണാറുണ്ട്. ദെൻ സെക്കൻഡറി മാർക്കറ്റ് എന്താണ്, പ്രൈമറി മാർക്കറ്റ് എന്താണ് വരാറുള്ള ചോദ്യമാണ്.
ദെൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഫ്യൂച്ചർ പേ ഓഫ് എന്താണ്, ദെൻ മാർക്കിംഗ് ടു മാർക്കറ്റ് എന്താണ്, ലോങ് പൊസിഷൻ എന്താണ്. ഇങ്ങനെ 2 മാർക്കിൽ റിപ്പീറ്റ് ആയിട്ടുള്ള ഈ ചോദ്യങ്ങള് ഇതില് പലതും ബേസിക്സ് അല്ലേ. ഇപ്പൊ ഡെറിവേറ്റീവ്സ്, പിന്നെ നേരത്തെ പറഞ്ഞ സ്പെക്കുലേഷൻ, ആർബിട്രേജ്, ഹെഡ്ജിങ്, ഇതൊക്കെ ബേസിക്സ് ആണ്. പലതരത്തിലുള്ള ഡെറിവേറ്റീവ്സ്, ഫ്യൂച്ചർ ഓപ്ഷൻ, ഇങ്ങനെ റിപ്പീറ്റ് ചോദ്യങ്ങൾ, ലിബോർ അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ്, കോൺട്രാക്ട് പ്രൈസ്, ഓപ്ഷൻ പ്രീമിയം, ഇൻഡെക്സ്, ഈ പറയുന്ന ഓപ്ഷനിലെ ഡിഫറെന്റ് ടൈപ്സ്, പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ, ബെർമുഡ, ഇതിൽ നിന്ന് എന്തായാലും ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു 5-6 ഈസി ആയിട്ട് കിട്ടും. പേപ്പർ ഡിഫിക്കൽട്ട് ആണെങ്കിലും 15 ചോദ്യങ്ങളിൽ എന്തായാലും ഈസി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതിൽ നിന്ന് തന്നെ നമുക്കൊരു 12 മാർക്ക് മിനിമം കിട്ടിക്കഴിഞ്ഞാൽ ദെൻ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പാർട്ട് സി ആണ്. സോ എസ്സേയുടെ കേസിലോട്ട് മുമ്പ് 4 എണ്ണത്തിൽ 2 എണ്ണം എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ 4 എണ്ണത്തിൽ എന്തായാലും 2 എണ്ണം മിക്കതും ഈസി ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒന്നുകിൽ ഡെറിവേറ്റീവ്സ് എന്താണ്, ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ഏതൊക്കെയാണ് പലതരത്തിലുള്ള ഡെറിവേറ്റീവ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്താണ്, ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ ഗ്രോത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്താണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻ ഇന്ത്യ മറ്റൊരു ചോദ്യമാണ്. ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസാ. ബേസിക് ക്വസ്റ്റ്യൻസിലെ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്, ക്ലാസിഫിക്കേഷൻ പ്രതീക്ഷിക്കാം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻ ഇന്ത്യ അത് പ്രതീക്ഷിക്കാം. പിന്നെ ഈ പറയുന്ന 4 ഡെറിവേറ്റീവ്സ്, അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട്, 1-2 പറ്റിയിട്ട്, എസ്പെഷ്യലി ഇപ്പോൾ ഫോർവേഡ് കോൺട്രാക്ട് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസോ, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ്, ഫ്യൂച്ചറിൽ തന്നെ സെറ്റിൽമെന്റ് ഓഫ് ഫ്യൂച്ചേഴ്സിനെ പറ്റിയിട്ട്, റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ് ഇൻ ഫ്യൂച്ചർ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ സ്വാപ്പ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വാപ്പ്, അതുപോലെ തന്നെ മേജർ പ്ലേയേഴ്സ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്, പാർട്ടിസിപ്പൻസ് ആരാന്നുള്ളതാണ് ചോദിക്കുന്നത്, അതും ഈസി ക്വസ്റ്റ്യനാ. ദെൻ ഇതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഓപ്ഷൻ മാത്രമാണ്. ഓപ്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസ്, ഓപ്ഷൻ, അതാണ് പലപ്പോഴും ഓപ്ഷനിൽ നിന്ന് നമ്മൾ എസ്സേക്ക് കണ്ടിട്ടില്ലേ, അത് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളതാ. അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫോക്കസ് ചെയ്യാനുള്ള സമയം ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ ബേസിക് ക്വസ്റ്റ്യൻസ്, ഡെറിവേറ്റീവ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്, അപ്പോൾ ഓരോന്ന് എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ ഗ്രോത്തിനെ പറ്റിയുള്ള ചോദ്യം, ഇപ്പൊ മേജർ പാർട്ടിസിപ്പൻസ്, പ്ലേയേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ചോദ്യം, ഫോർവേഡ് കോൺട്രാക്ടിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഈസിയാണ്, ഫ്യൂച്ചർ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ് വരുന്നത്, സെറ്റിൽമെന്റ് ഓഫ് ഫ്യൂച്ചേഴ്സിനെ പറ്റിയിട്ട്, റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ്, ഇതൊക്കെ ഈസിയാ. എസ്പെഷ്യലി പറഞ്ഞ സ്വാപ്പ്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് സ്വാപ്പ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വാപ്പ്. ഓപ്ഷൻ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നമുക്ക് മിക്കതും ഈസി ആയിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എസ്പെഷ്യലി ആദ്യത്തെ മൊഡ്യൂളിലത്തെ ഞാൻ പറഞ്ഞ ബേസിക് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ചില സമയത്ത് അതിൽ നിന്ന് തന്നെ 2 എണ്ണം കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് 2 എസ്സേ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്നൊരു മിനിമം 10 കിട്ടിയാൽ തന്നെ നമുക്ക് പാർട്ട് എയും പാർട്ട് ബിയും കൂടിയിട്ട് മോർ ദാൻ 20 ആയി. പിന്നെ നമുക്കൊരു 25 ബോയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പല ചോദ്യങ്ങളും നമുക്ക് പാർട്ട് ബിയിൽ കാണാൻ സാധിക്കും. ഇപ്പം ഈ പറഞ്ഞ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ഗ്രോത്ത് ഓഫ് ഈ ഡെറിവേറ്റീവ് മാർക്കറ്റ്, പിന്നെ ഈ പറഞ്ഞ സ്പെക്കുലേഷൻ എന്താണ്, ഗ്യാംബ്ലിങ്, അതുപോലെ തന്നെ ആർബിട്രേജ്, ഈ പറയുന്ന ടീമുകൾ, ഇതൊക്കെ നമുക്ക് പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കാം. നേരത്തെ പറഞ്ഞ ഓരോ ഡെറിവേറ്റീവ്സിനെ പറ്റിയിട്ട് അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് സെപ്പറേറ്റ് എടുത്ത് നമുക്ക് പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കാം. അതിപ്പോൾ ഫോർവേഡ് കോൺട്രാക്ട് ആവട്ടെ, ഓപ്ഷൻ ആവട്ടെ, സ്വാപ്പ് ആവട്ടെ, ഫ്യൂച്ചർ ആവട്ടെ, എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സിലെ കമ്മോഡിറ്റി ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അതിന്റെ അഡ്വാൻറ്റേജസ്, കറൻസി ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അതിന്റെ അഡ്വാൻറ്റേജസ്, ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഓപ്ഷൻ, ടൈം വാല്യൂ ഓഫ് ഓപ്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ ബേസ് എന്ന് വെച്ചാൽ അതിന്റെ ഇമ്പോർട്ടൻസ്, ഇക്കണോമിക് ഫങ്ഷൻസ്, ഇതൊക്കെ നമുക്ക് പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട് എയിലേക്കും പാർട്ട് സിയിലേക്കും വേണ്ടി ഫോക്കസ് ചെയ്തുള്ള പല കാര്യങ്ങളും വീണ്ടും പാർട്ട് ബിയിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അറിയുന്ന പോലെ പാർട്ട് ബിയും കൂടി എന്തായാലും 8 എണ്ണത്തിൽ നമുക്ക് പലതും ഈ 2 പാർട്ടിലേക്കും ഫോക്കസ് ചെയ്ത് ഇവിടെ കിട്ടും. പറയുന്ന പോലെ നമുക്ക് എല്ലാതും പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഈസി ആയിട്ട് പുഷ്പം പോലെ നാളത്തെ എക്സാമിന് പാസ്സാകാൻ സാധിക്കും. ഇവൻ ദോ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ ബേസിക്സിലോട്ട് ഫോക്കസ് ചെയ്ത് പിന്നെ ഈ ഡെറിവേറ്റീവ്സിൽ തന്നെ ഈസി ആയിട്ടുള്ള ഫോർവേഡ്, ഫ്യൂച്ചർ, സ്വാപ്പ്, ഇതിലത്തെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ച് സ്കോർ ചെയ്യാൻ സാധിക്കും.
സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓൾറെഡി എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട്, അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ അതൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. മോർ ദാൻ 90% നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു and all the very best.